ഹലോ ഗൈസ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ മോഷൻ ഇൻ പ്ലെയിൻ എന്ന് പറയുന്ന 3rd ചാപ്റ്ററാണ് നമ്മൾ ഇന്നോടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള മോഷൻ ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതെന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള ഒബ്ജക്റ്റിൻ്റെ മോഷൻസിനെയാണ് നമ്മൾ ഏത് ചാപ്റ്റർ പഠിച്ചത്? മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മോഷൻ ഇൻ പ്ലെയിൻ ആണ്. ഓക്കെ, പ്ലെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു 1 ഡയമെൻഷണൽ അല്ലേ, 1D എന്നല്ലേ, 1 ഡയമെൻഷനിലാണ് നമ്മൾ 1D എന്ന് കൊടുക്കുക. അതിന്റെ മീനിങ് എന്താണ്? ആ ഒബ്ജക്റ്റിന് മുന്നിലേക്കും പുറകിലേക്കും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അതാണ് എന്ത് 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ആ ഒരു സഞ്ചാരത്തിലൂടെ പോകുന്ന ഒബ്ജക്റ്റിന്റെ മോഷൻ പഠിച്ചാണ് നമ്മൾ എന്ത് മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള രീതിയിൽ പഠിച്ചത്. ഇനി പ്ലെയിൻ വരുന്ന സമയത്ത് എന്താണ് പ്ലെയിൻ എന്ന് പറയുന്നത്? പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു ഷീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? പ്ലെയിൻ എന്നുള്ള രീതിയിൽ പറയാം അല്ലേ? അല്ലെങ്കിൽ 2 ഡയമെൻഷൻ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡയമെൻഷൻ വരുന്ന 2D ഓർ 3D എന്നുള്ള കേസിൽ വരുന്നതാണ് എന്ത് പ്ലെയിൻ എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 3D പറയുമ്പോൾ നമ്മൾ അതിനെ സ്പേസ് എന്നാണ് പറയാം. ഓക്കെ, 2 ഡയമെൻഷനിലാവുമ്പോൾ പ്ലെയിൻ എന്നും, അതുപോലെ തന്നെ 3 ഡയമെൻഷനിലാവുമ്പോൾ അതിനെ സ്പേസ് എന്നാണ് പറയാം. സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ 3 ഡയമെൻഷനിലാണ് ജീവിക്കുന്നത് അല്ലേ? നമുക്ക് എന്താണ് ലെങ്ത്തും ഹൈറ്റും അതുപോലെ തന്നെ എന്താണ് വീതിയും ഉണ്ട്. ഓക്കെ, അപ്പൊ 3 ഫാക്ടേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിൽ നോക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഹൈറ്റ് നോക്കും, അതേപോലെ തന്നെ എനിക്ക് എത്ര ലെങ്ത് ഉണ്ട്, അതേപോലെ തന്നെ ബ്രെഡ്ത്ത് എത്ര ഉണ്ട്, അങ്ങനെയാണ് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ ആ 3 വരുമ്പോഴാണ് നമുക്ക് എന്ത് വരിക? സ്പേസ് എന്ന രീതിയിലേക്ക് വരാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ 2D 3Dയിലുള്ള മോഷൻസിനെയാണ്. എങ്ങനെയാണ് 2 ഡയമെൻഷനിലും അതുപോലെ തന്നെ 3 ഡയമെൻഷനിലുള്ള, അതായത് ഒരു റിയൽ ലൈഫിലുള്ള മോഷൻ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിലേക്ക് നേരിട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മാത്സ് പഠിക്കാനുണ്ട്. അതിൽ മെയിനായിട്ട് ഫിസിക്സിൽ എപ്പോഴും നമുക്കൊരു ക്വാണ്ടിറ്റീനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മാത്തമാറ്റിക്സ് വേണം. ഓക്കെ, സോ അതിന് വേണ്ടി ഫിസിക്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് മാത്സുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു മാത്സ് നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ പഠിക്കാൻ പോവാണ്, അല്ലെങ്കിൽ അതുപോലത്തെ കുറച്ച് ക്വാണ്ടിറ്റീസ്, മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോവാണ്. അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? സ്കേലാർ ആൻഡ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കേലാർ ആൻഡ് വെക്ടേഴ്സ്. ഓക്കെ, സ്കേലാർ ആൻഡ് വെക്ടേഴ്സ് ഇതെന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ ഈ മോഷൻ പഠിക്കുന്ന സമയത്ത്, ഈ ഒരു 3D അല്ലെങ്കിൽ 2Dയിലുള്ള ഒരു മോഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ മോഷനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ആരൊക്കെ വേണം? ഈ സ്കേലാറും വെക്ടേഴ്സും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അവരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. ഒരു മാത്തമാറ്റിക്കലി നമുക്ക് ആ ഒരു കാര്യത്തിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ 2 ക്വാണ്ടിറ്റി നമുക്ക് വേണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഈ സ്കേലാറും വെക്ടേഴ്സും പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രധാനമായിട്ടും ഈ സ്കേലാർ എന്താണെന്നും വെക്ടർ എന്താണെന്നും നോക്കാം. പ്രധാനമായിട്ടും വെക്ടേഴ്സ് ആണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. സോ ഈ വെക്ടേഴ്സിനെ എങ്ങനെ നമ്മൾ അഡിഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവരെ കൂട്ടുക, എങ്ങനെയാണ് അവരെ കുറയ്ക്കുക, അതേപോലെ തന്നെ ഈ വെക്ടേഴ്സ് ഫോളോ ചെയ്യുന്ന ലോസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ സ്കേലാർസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ്? ഒരു ക്വാണ്ടിറ്റി ആണ്, അതായത് ഒരു നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സ്കേലാർ എന്ന് പറയാം. നമ്പർ വിത്ത് യൂണിറ്റ്. ഓക്കെ, സ്കേലാർ എന്ന് പറയുന്നത് എന്താണ്? നമ്പേഴ്സ് വിത്ത് യൂണിറ്റ്. യൂണിറ്റ് ഉണ്ട്, വെറും യൂണിറ്റ് ഇല്ലാത്ത, ഡയമെൻഷൻ ഇല്ലാത്ത വാല്യൂസ് അല്ല, ഡയമെൻഷൻ ഉണ്ട്, അതായത് ഒരു യൂണിറ്റ് ഉണ്ട്, പക്ഷെ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് എന്നാണെന്ന് പറയാം. അതായത് നമ്മൾ വെറും വാല്യൂസിനെ കിട്ടുന്നതിന് നമ്മൾ പറയുന്നതാണ് ഫിസിക്സിൽ മാഗ്നിറ്റ്യൂഡ് എന്നാണ് അതിനെ പറയാം. സോ ഇറ്റ്സ് ഓൺലി ദാറ്റ്സ് നമ്പേഴ്സ് മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. നമ്പേഴ്സ് വിത്ത് യൂണിറ്റ്സ്. ഓക്കെ, യൂണിറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്പേഴ്സ് ഉണ്ടാവും. ഈ ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കേലാർ എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും സമയം, ടൈം എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, പക്ഷെ സമയത്തിന് നമ്മൾ യൂണിറ്റ് പറയാറുണ്ട്. എന്താണ്? നമ്മുടെ SI യൂണിറ്റ് സെക്കൻഡ്സ് ആണ്. സിമിലർലി എന്താണ്? ടെമ്പറേച്ചർ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ് അല്ലെ? കുറച്ച് നമ്പേഴ്സും വിത്ത് യൂണിറ്റ് ആണ് എന്ത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സിമിലർലി മാസ്, നമ്മുടെ മാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. സോ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക? സ്കേലാറിന്റെ ടൈം, നമുക്കറിയാവുന്ന എക്സാമ്പിൾസ് വെച്ചാണ് ഞാൻ പറയുന്നത്. ടൈം, അതേപോലെ തന്നെ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ എന്താണ്? മാസ്. പിന്നെ ഡിസ്റ്റൻസും എന്താണ്? നമ്മുടെ സ്കേലാറിൽ വരുന്ന ആൾക്കാരാണ്. ഇനി വെക്ടേഴ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. വെക്ടേഴ്സ്. സോ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, യൂണിറ്റും ഉണ്ട്, പ്ലസ് അതിൻ്റെ ഒപ്പം നമ്മൾ ഒരു കാര്യം കൂടിയും സ്പെസിഫൈ ചെയ്യാണ്, ഡയറക്ഷൻ.
ആ ഡയറക്ഷനും കൂടി സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് ആ ക്വാണ്ടിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, വെക്ടേഴ്സ് എന്നാണ് അതിനെ പറയാ. വെക്ടർ മീൻസ് എ ഡയറക്ഷൻ ഈസ് ദർ. സോ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും കൂടി ചേരുന്നതാണ് എന്ത്, വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ രണ്ടും കൂടി ചേരുന്നതാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഒരു മോഷൻ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ ആലോചിക്കുക, ഒരു മോഷൻ സംഭവിക്കുകയാണ്, ഞാൻ ഇവിടെ നിന്ന് നടക്കാണ്, വടക്കോട്ട് നടക്കാണ്. അപ്പൊ ഞാൻ ദിശ പറയുമ്പോൾ ദിശയാണ് എൻ്റെ ഡയറക്ഷൻ. അപ്പൊ ഇവിടെ വടക്കോട്ട് എന്ന് പറയുന്നതാണ് എൻ്റെ ഡയറക്ഷൻ. ആ ഡയറക്ഷൻ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ ഞാൻ എങ്ങോട്ടാണ് നടക്കുന്നതെന്ന്. ഞാൻ വെറുതെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് എവിടേക്ക് വേണമെങ്കിലും നടക്കാം. ഞാൻ വടക്കോട്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സ്പെസിഫൈ ആയി മനസ്സിലാവുന്നത് ഞാൻ വടക്കോട്ടാണ് നടക്കുന്നത് എന്നുള്ളത്. സോ ആ ഒരു ഐഡിയ, നമുക്ക് ആ ഒരു സ്പെസിഫിക്കേഷൻ, ഒരു ഒബ്ജക്റ്റിന്റെ മോഷനിൽ നമുക്ക് അത്രയും സ്പെസിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് നമ്മൾ എന്താണ് ഡയറക്ഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാണ്. നിങ്ങൾ എക്സും വൈ ഗ്രാഫുകളൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ സെക്കൻഡ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ ഗ്രാഫുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഒരു പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇമാജിൻ ചെയ്യാൻ പറ്റിയ ഒരു ഒബ്ജക്റ്റ് എന്താണ്, പ്ലസ് എക്സ് ഡയറക്ഷനിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. മൈനസ് എക്സ് ഡയറക്ഷൻ ആണ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. സോ ആ ഒരു ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു ഒബ്ജക്റ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ കൂടിയുള്ള ഒരു ക്വാണ്ടിറ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അതിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്കേലാറിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, അതിൽ കൂടുതൽ പഠിക്കാനൊന്നുമില്ല. പക്ഷെ നമുക്ക് കൂടുതൽ അറിയേണ്ട പുതിയ ആളെന്ന് പറയുന്നത് വെക്ടറാണ്. അപ്പൊ ഈ വെക്ടറിനെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ ഈ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുക, എങ്ങനെയാണ് അതിനെ നമ്മൾ ഒരു ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുക, എങ്ങനെയാണ് അതിനെ നമ്മളെ ആഡ് ചെയ്യുക, ഒരു റിയൽ നമ്പർ ആയിട്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുക, അതേപോലെ തന്നെ എങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യുക, അതേപോലെ തന്നെ രണ്ട് വെക്ടേഴ്സ് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് അഡിഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. അതായത് വെക്ടേഴ്സിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നേരെ അടുത്ത് പോകാം. എങ്ങനെയാണ് ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കേസ് ആയിരിക്കും വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുക. ഇതാണ് എ എന്ന് പറയുന്ന ഒരു വെക്ടർ എങ്കിൽ ഞാൻ ആ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുക ഇങ്ങനെ ഒരു ആരോ കൊടുത്തിട്ടാണ്. ഓക്കെ, ഈ ഒരു ആരോ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക, വെക്ടർ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഗ്രാഫിക്കലി ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ വെക്ടറിന്റെ വാല്യൂ മാത്രം എഴുതാം. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ 5 സെന്റിമീറ്റർ വടക്കോട്ട് നടന്നു. ഓക്കെ, അപ്പൊ ഈ വടക്കോട്ട് നടക്കാന്ന് പറയുന്നതാണ് എന്റെ ഡയറക്ഷൻ. ഇവിടെ 5 സെന്റിമീറ്റർ ആണ് എന്റെ എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ 5 എന്ന് പറയുന്ന വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് എന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ആ മാഗ്നിറ്റ്യൂഡ് എഴുതുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് സിമ്പിൾസ് യൂസ് ചെയ്യുക? ഇതിനെ ഈ വെക്ടറിനെ ഒരു മോഡുലസിലായിട്ട് എഴുതും. ഈ മോഡുലസിലായിട്ട് എഴുതാന്ന് പറയുന്നതാണ് അതിന്റെ എന്ത്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, വെറുതെ എ എന്ന് വേണമെങ്കിലും എഴുതാം. സോ വെക്ടറിന്റെ എ എന്ന് കാണിക്കുന്നത് എന്താണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് വെക്ടറിനെ എനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് എഴുതാന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഗ്രാഫിക്കലി എങ്ങനെയാണ് ഒരു വെക്ടർ റെപ്രസെന്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു റെപ്രസെന്റേഷൻ ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു ആരോ ഇട്ടിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്. ഈ വെക്ടർ എനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഒരു ആരോ ഇട്ടിട്ട്. ഈ ആരോയുടെ ഡയറക്ഷൻ ആണ് എന്ത്, വെക്ടറിന്റെ ഡയറക്ഷൻ. ഇങ്ങനെയാണ് വെക്ടർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആരോ ഇട്ടിരിക്കുന്നത്. സോ ഇവിടെ ഈ ഒരു പോയിന്റ് പിയും ഈ ഒരു പോയിന്റ് ക്യൂവും ആക്കി എടുത്തു. ഈ പി ക്യൂന്റെ ലെങ്ത് ആണ് എന്തെന്ന് പറയുന്നത്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് ഈ പി തൊട്ട് ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ആരോ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിലേക്കാണ് എന്ത് പോകുന്നത്, വെക്ടർ, അല്ലെങ്കിൽ ആ വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടാണ്, ആ ഒരു ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിലെ പൊസിഷനും ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സും നോക്കുന്നത് നോക്കാം. സോ ജസ്റ്റ് ഞാനൊരു ലൈൻ കൺസിഡർ ചെയ്യാണ്. ഇതൊരു ലൈൻ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. സോ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ദിസ് ഈസ് പോയിന്റ്, ഇവിടെ പോയിന്റ് പി, ഈ പോയിന്റ് പിയും അതേപോലെ തന്നെ ഈ പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്, ഈ പോയിന്റ് പി പ്രൈം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് രണ്ട് പൊസിഷൻസ്. ഓക്കെ, ഇനി ഈ പൊസിഷനെ ഡിനോട്ട് ചെയ്യുന്ന രണ്ട് വെക്ടർ വരയ്ക്കണം എനിക്ക്. അപ്പൊ എങ്ങനെയാണ് ഞാൻ ആ വെക്ടർ വരയ്ക്കുക? ഞാൻ നേരെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യും. ഇതാണ് എൻ്റെ XY പ്ലെയിൻ, ദിസ് ഈസ് അവർ X ആൻഡ് ദിസ് ഈസ് അവർ Y. ഓക്കെ, ഞാനിവിടെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്തു. ഇനി എന്ത് ചെയ്യും, ഈ പ്ലെയിനിന്റെ ഒറിജിനിൽ നിന്ന്, ഇതല്ലേ ഒറിജിൻ, ഈ ഒറിജിനിൽ നിന്ന് ഈ ഓരോ വെക്ടറിലേക്കും ഞാൻ, ഈ ഓരോ പൊസിഷനിലേക്ക് ഞാൻ എന്ത് ചെയ്യും, ഓരോ വെക്ടർ, ഞാൻ അവിടെ ഒരു മിനിറ്റ്, നമുക്ക് ആരോ വരയ്ക്കാൻ പറ്റുമല്ലോ, ആരോ വരയ്ക്കാൻ പറ്റുമോ നോട്ടെ. ഓക്കെ, കിട്ടും. ഓക്കെ, ഓരോ ഇതിലേക്ക് എന്ത് ചെയ്യും, വേറെ കളർ ആക്കാൻ പറ്റുമോ നോക്കട്ടെ. വേറെ കളർ ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമല്ലേ. യെല്ലോ. ഓക്കെ, സോ ഓക്കെ
ഒരു പിയിലേക്കുള്ള ഒരു വെക്ടർ ഞാൻ വരച്ചു, അതിനെ ഞാൻ ആർ എന്ന് കൊടുത്തു. ഓക്കെ, ആർ എന്ന് ഞാൻ അതിനെ ഡിനോട്ട് ചെയ്തു. സിമിലർലി ഞാൻ എന്ത് ചെയ്യാണ്, ഒരു പിന്നെയും ഒറിജിനിൽ നിന്ന് പി പ്രൈമിലേക്ക് ഒരു വെക്ടർ വരച്ചു. ഓക്കെ, പി പ്രൈമിലേക്ക് ഞാൻ ഒരു വെക്ടർ വരച്ചു, അതിനെ ഞാൻ എന്ത് കൊടുക്കാണ്, ആർ പ്രൈം എന്ന് കൊടുക്കാണ്. ഓക്കെ, ആർ പ്രൈം. ഓക്കെ, ഈ പ്രൈം ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്, ആ പൊസിഷനിൽ വ്യത്യാസം വന്നു എന്നുള്ളതാണ്. നമുക്ക് കണ്ടെത്തേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സ് ആണ്. ഓക്കെ, സോ ഈ പൊസിഷനെ വെച്ച് വരച്ചിട്ടുള്ള, ഈ പൊസിഷൻ പിക്ക് വേണ്ടി ഞാൻ വരച്ചിട്ടുള്ള വെക്ടർ ആണ് ആർ എന്ന് പറയുന്നത്. അതാണ് എന്ത്, ആ പി പൊസിഷന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ആ പി പൊസിഷന്റെ എന്താണ്, പി പൊസിഷന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഈ ആർ എന്ന് പറയുന്നതാണ്. അതേപോലെ സിമിലർലി പി പ്രൈമിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്, ആർ പ്രൈം ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എത്ര, ഈ പി നിന്നും പി പ്രൈമിലേക്കും എത്ര ഡിസ്പ്ലേസ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെക്ടർ പിയിൽ നിന്നും പി പ്രൈമിലേക്ക് വരയ്ക്കാം, പിയിൽ നിന്നും പി പ്രൈമിലേക്ക് വരയ്ക്കാം. സോ അതാണ് എന്ത്, ആ ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. അത് ഞാൻ ഇങ്ങനെ ഒരു സ്മോൾ ലെറ്റർ ആർന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സ്മോൾ ലെറ്റർ ആർ. സോ ഇതാണ് എന്ത്, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് പിയുടെ പൊസിഷനിലെ വെക്ടർ ആണ് എന്തെന്ന് പറയുന്നത്, ആർ വെക്ടർ. അതാണ് അതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. പി പ്രൈമിന്റെ പൊസിഷൻ വെക്ടർ ആണ് ആർ പ്രൈം എന്ന് പറയുന്നത്. ഇതാണ് പൊസിഷൻ വെക്ടേഴ്സ്. പൊസിഷൻ വെക്ടേഴ്സ് എന്ന് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങളോട് ഒരു പോയിന്റിലെ പൊസിഷൻ വെക്ടർ വരയ്ക്കാൻ പറയുകയാണെങ്കിൽ ഒറിജിനലിൽ നിന്നുള്ള, കോർഡിനേറ്റിന്റെ ഒറിജിനലിൽ നിന്നുള്ള എന്താണ് നേരെയുള്ള ഒരു വെക്ടർ വരയ്ക്കുക. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ലെങ്ത് ആണ് എന്ത്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ സിമിലർലി ഇവിടെ എന്താണ്, നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് വേണ്ടത്. അപ്പൊ 2 പോയിന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ഇങ്ങനെയാണ് വരാം. ഓക്കെ, ഈ ഒരു വര വരച്ചിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഫിക്കലി അത് റെപ്രസെന്റ് ചെയ്യുക. എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത്, എന്താണ്, ഗ്രാഫിക്കലി ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇത് മനസ്സിലായോ? സോ ഇത്രയാണ് അതിൽ പ്രധാനപ്പെട്ട എങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സ് വരയ്ക്കേണ്ടത് എന്നുള്ള കേസ് വരുന്നത്. ഇനി ഒരു ചെറിയ കാര്യം കൂടിയും പറയണം, ഇക്വാളിറ്റി ഓഫ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, equality of vectors, equality vectors. Okay, so ഇതിന്റെ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് 2 വെക്ടേഴ്സ്, ഇവിടെ ഒരു വെക്ടർ എ ഉണ്ട്, സിമിലർലി ഇവിടെ ഒരു വെക്ടർ ബി ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് വെക്ടർ എ, ഒരു മിനിറ്റ്, ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി. ഇവിടെ നോക്കാം, ഈ വെക്ടർ എയും വെക്ടർ ബിയും ഈക്വൽ ആണ്, അതായത് സെയിം മാഗ്നിറ്റ്യൂഡ്, സെയിം ഡയറക്ഷൻ. അങ്ങനെ വരുന്ന വെക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈക്വൽ വെക്ടേഴ്സ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം. ഇനി സപ്പോസ് ഇവർക്ക് എന്താണ് ഒരു ചേഞ്ച് ഉണ്ടാവുന്നത് വിചാരിക്കുക, ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാവുന്ന വെക്കുക. ചിലപ്പോൾ എ ഇങ്ങനെ തന്നെ ആയിരിക്കും, ബിയിൽ ചിലപ്പോൾ ഒരു ചെറിയ വ്യതിയാനം ഉണ്ടാവുന്ന വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവണം. സ്റ്റിൽ ഇതെന്താണ്, ഒരു ഈക്വൽ വെക്ടർ ആണ്, അൺഈക്വൽ വെക്ടർ എന്നുള്ള രീതിയിലേക്ക് പറയാം. കാരണം ഇവരുടെ എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഒക്കെ സെയിം ആണ്, പക്ഷെ ഈ ഒരു ഡയറക്ഷന്റെ ഇതിലൊരു ചെറിയൊരു കർവ് വന്നു എന്നുള്ളൂ. സോ അതിനെ നമ്മൾ അൺഈക്വലി വെക്ടേഴ്സ് എന്ന് പറയും. പക്ഷേ എന്താണ്, ഇതാണ് മെയിൻലി നമ്മൾ ഈക്വൽ വെക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഇതിന് വരുമ്പോൾ ഒരു അൺഈക്വൽ ഇതിൽ വരും, പക്ഷെ എന്താണ്, സെയിം ലെങ്ത് ആണ് അവർക്ക് വരുന്നത്. സോ ഇക്വാളിറ്റി ഓഫ് വെക്ടേഴ്സിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഈ 2 കേസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്സ് ആയിട്ട് പറയേണ്ട കേസുകൾ ഇത്രയൊക്കെയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു, നമ്മളിപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ള കേസ് പറഞ്ഞു. അതായത് ഒരു വെക്ടറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു പൊസിഷൻ വെക്ടറും ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും എഴുതേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഗ്രാഫിക്കലി അതിനെ പ്ലോട്ട് ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ എ റിയൽ നമ്പർ ആണ്. അതായത് ഒരു കോൺസ്റ്റന്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു റിയൽ നമ്പർ കൊണ്ടോ നമ്മളൊരു വെക്ടറിനെ മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ഞാൻ ആ റിയൽ നമ്പറിനെ അല്ലെങ്കിൽ ലാംഡ എന്ന് ഡിനോട്ട് ചെയ്തു, ലാംഡയോ എയോ എന്ത് വേണമെങ്കിൽ നിങ്ങൾ ആക്കാം, എങ്ങനെ വിചാരിക്കാം. സോ നമ്മൾ ഈ ലാംഡനെ എന്ത് ചെയ്യണം, ഒരു വെക്ടർ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലാംഡ വാല്യൂയോളം വെക്ടറിന് എന്തൊരു ചേഞ്ച് വരും. അതായത് ഇറ്റ്സ് ഈക്വൽ ടു ലാംഡ എ ഇങ്ങനെ വരും. അതായത് ആ വാല്യൂ എന്ത് ചെയ്യും, ആ വെക്ടറിന്റെ ഒപ്പം ആഡ് ചെയ്ത് വരും. സോ സിമിലർലി പറയുകയാണെങ്കിൽ ദിസ് ഈസ് എന്താണ്, നമ്മുടെ ഇതാണ് വെക്ടർ എ എങ്കിൽ, ഓക്കെ, ഇതാണ് വെക്ടർ എ എങ്കിൽ ലാംഡ വെക്ടർ എ എന്ന് പറയുമ്പോൾ എത്രയാണോ ആ ലാംഡ കൂടുന്നത് അത്രയും എന്ത് ചെയ്യും, അവിടെ ആ കൂടുതൽ വരും. അതായത് ഈ ലാംഡയുടെ വാല്യൂ എന്ത് ചെയ്യും, ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിൽ ആഡ് ചെയ്ത് വരും. മാഗ്നിറ്റ്യൂഡിന്റെ ഒപ്പം ഈ ലാംഡയുടെ വാല്യൂ എന്താണോ അത് മൾട്ടിപ്ലൈ ചെയ്ത് വരും. അതാണ് എന്ത്, ഈ മൾട്ടിപ്ലിക്കേഷൻ ബൈ റിയൽ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ്
ഇവിടെ വാല്യൂ ഈ ലാംഡ മാറ്റി ഞാൻ 2 കൊടുക്കാന്ന് വിചാരിക്കുക. ഓക്കെ, 2 കൊടുക്കുകയാണെങ്കിൽ ലാംഡ മാറ്റി ഞാൻ ഇവിടെ 2 കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2a, അപ്പോൾ ഇവിടെ എടൊപ്പം എന്ത് വരും? 2a എന്ന് വരും. ഓക്കെ, ഇത്ര ഉള്ള പരിപാടി. അതായത് ആ മാഗ്നിറ്റ്യൂഡിന്റെ ഒപ്പം എന്ത് ചെയ്യും? ആഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു പോകും. എന്ത് എത്രയാണ് റിയൽ നമ്പർ കൊടുക്കുന്നത്, ആ റിയൽ നമ്പർ എന്ത് ചെയ്യും? ആ മാഗ്നിറ്റ്യൂഡിന്റെ ഒപ്പം ആഡ് ചെയ്ത് ആ വെക്ടറിന്റെ ലെങ്ത്തിൽ ഒരു ഡിഫറൻസ് വരും. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, വേറെ ഒന്നും അതിൽ പറയുന്നില്ല. റിയൽ നമ്പർ കൊണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇനി ഒരു മൈനസ് വാല്യൂ ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്ത് ചെയ്യും? കുറയും. ഓക്കെ, ഇനി ഇവിടെ ഞാൻ 2ന് പകരം ഇവിടെ എന്താണ് ഒരു -1 കൊണ്ട് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ എന്താണ്? ആ ഡയറക്ഷനിൽ ചേഞ്ച് വരും. ഓക്കെ, ഡയറക്ഷനിൽ ചേഞ്ച് വന്നിട്ട് എന്ത് ചെയ്യും? കുറയും. അതാണ് അവിടെ എന്താ സംഭവിക്കുക? അവിടെ ഡയറക്ഷനിൽ ചേഞ്ച് വരും. കാരണം എന്താണ്? വെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്ഷൻ ബേസ് അല്ലേ. മൈനസ് എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ആണ്. a പ്ലസ് ആണെങ്കിൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ മൈനസിലേക്കാണ് വാല്യൂ വരുന്നത്. അപ്പോൾ എന്താണ്? ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് വരും. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് അഡിഷനും സബ്ട്രാക്ഷനും. അതായത് കൂട്ടുക, കുറയ്ക്കുക. ഈ വെക്ടേഴ്സിനെ തമ്മിൽ കൂട്ടുന്നത് എങ്ങനെയാണ്, കുറയ്ക്കുന്നത് എങ്ങനെയാണ്, ഇതാണ് നമുക്ക് അതിൽ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് അഡിഷൻ, ഇത് പറയുന്ന ഒരു ലോ ഉണ്ട്, ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷൻ. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ. ഓക്കെ, ലോ ഓഫ് വെക്ടർ അഡിഷൻ. കാരണം നമ്മൾ കൂട്ടുകയാണെങ്കിലും കുറയ്ക്കുകയാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആക്ച്വലി ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പോൾ ആകെ അതിൽ വ്യത്യാസം വരാം. ഒരെണ്ണത്തിൻ്റെ ഒരു സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു മൈനസ് വാല്യൂ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. സപ്പോസ് ദർ ഈസ് 2 വെക്ടേഴ്സ്. ഞാനിവിടെ വെക്ടർ എ ഇങ്ങനെ വരച്ചു, ഒരു വെക്ടർ ബി ഇങ്ങനെ വരച്ചു. ഓക്കെ, ദിസ് ഈസ് അവർ വെക്ടർ എ ആൻഡ് ദിസ് ഈസ് അവർ വെക്ടർ ബി. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് ഇവ തമ്മിൽ ആഡ് ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. സോ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെക്ടറിന്റെ ഈ ആരോടെ, ഓക്കെ, ഈ വെക്ടറിന്റെ ആരോടെ അടുത്ത് വേണം അടുത്ത വെക്ടറിന്റെ താഴ്ഭാഗം കൊണ്ടുവരാൻ. അതായത് നമ്മളൊരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യണം ഈ 2 വെക്ടേഴ്സ് ഉപയോഗിച്ച്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ വെക്ടറിന്റെ കാല്, അതായത് ഈ വെക്ടറിന്റെ അടിഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഈ വെക്ടറിന്റെ അടിഭാഗം ഇവിടെ കൊണ്ടുപോയിട്ട് ഇതിവിടെ വെക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം എളുപ്പത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അതായത് എനിക്ക് ഇങ്ങനെ വെക്കാൻ പറ്റില്ല, ഇത് എന്തല്ല പറ്റില്ല, ഇതിങ്ങനെ പോസിബിൾ അല്ല, ഇങ്ങനെ വെക്കാൻ പറ്റില്ല. നമുക്ക് എങ്ങനെ വെക്കാൻ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐദർ ഒന്നില്ലെങ്കിൽ ഈ എയുടെ, ഇതാണ് എ വെക്ടർ ഇങ്ങനെ പോകണം, ഒന്നില്ലെങ്കിൽ ഈ ബി വെക്ടറിനെ ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇങ്ങനെ വെക്കാൻ പറ്റും നമുക്ക്. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ എ വെക്ടർ ഇങ്ങനെ പോവാണ്, ഇങ്ങനെ കൊണ്ടുപോയി വെക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയും കൊണ്ടുവയ്ക്കാം. ഇതിപ്പോ എങ്ങനെ വരുന്ന, ഒരു മിനിറ്റ്, ദിസ് ഇസ് അവർ എ വെക്ടർ, ദിസ് ഇസ് അവർ ബി വെക്ടർ. ഓക്കെ, സിമിലർലി ദിസ് ഇസ് അവർ എ വെക്ടർ, ദിസ് ഇസ് അവർ ബി വെക്ടർ. അതായത് ഏരോ തീരുന്നിടത്തുനിന്നാണ് അടുത്ത വെക്ടറിന്റെ എന്താണ് തുടക്കം വെക്കേണ്ടത്. അടുത്ത വെക്ടർ തുടങ്ങുന്നത് അവിടെ നിന്നായിരിക്കണം അല്ലേ. നോക്കുക, ഇവിടെ ഈ വെക്ടറിന്റെ ഏരോ തീർന്നു, അവിടെ നിന്നാണ് നമ്മൾ എ വെക്കുന്നത്. അല്ലെങ്കിൽ സിമിലർലി ഇവിടെ എ വെക്ടർ, ഇവിടെ ഇങ്ങനെ ബി വെക്കുന്നു. ഇങ്ങനെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മൾ വെക്ടർ അഡിഷൻ ചെയ്യേണ്ടത്. അല്ലാതെ നേരെ ഇത് കൊണ്ട് ഇവിടെ വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ചാൽ ശരിയാവില്ല നമുക്ക്. ഇത് എന്ത് ചെയ്യണം? വെക്ടർ അഡിഷനിൽ ഇങ്ങനെ വേണം ചെയ്യാൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിന്റെ ഒരു റിസൾട്ടന്റ് വരയ്ക്കും. ദേ ഇതുപോലെ ഇങ്ങനെ ഒരു ഇത് വരയ്ക്കും. ഓക്കെ, ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കരുത്. റിസൾട്ടന്റ് വരയ്ക്കുന്നത് ഒരിക്കലും എന്ത് ചെയ്യരുത്? ഈ ലാസ്റ്റ് ഏരോ ഒന്ന് മോളിക്ക് വരയ്ക്കരുത്, ഇവിടെ നിന്ന് താഴോട്ട്. ആ 2 ഏരോകളും തമ്മിൽ കൂട്ടിമുട്ടണം. അതായത് ഈ 2 ഏരോകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടണം. അതിനാണ് നമ്മൾ അവിടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. സോ ഈ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇവിടെ നോക്കാം, എ ആർ എന്ന് പറയുന്നത് ഇപ്പൊ റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. റിസൾട്ടന്റ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും? ഇവിടെ ആർ ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ അല്ലേ, ആർ ഈക്വൽ ടു ബി പ്ലസ് എ. അപ്പോൾ നമുക്ക് 2 രീതിയിൽ റിസൾട്ടന്റ് കിട്ടുന്നുണ്ട്. ഈ 2 റിസൾട്ടന്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും വെക്ടർ അഡിഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. എന്താണ് വെക്ടർ അഡിഷൻ? ഈസ് വെക്ടർ അഡിഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ്. ഭാവിയിൽ നിങ്ങൾ ഫിസിക്സ് പഠിക്കുമ്പോൾ ഈ കമ്മ്യൂട്ടേറ്റീവ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കേൾക്കും. ഓക്കെ, സോ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്നത്, ആ റിസൾട്ടന്റ് എ പ്ലസ് ബി എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും? ബി പ്ലസ് എ തന്നെ ആയിരിക്കും അല്ലേ? ശരിയല്ലേ? കാരണം ആ 2 റിസൾട്ടന്റ് എടുക്കുമ്പോൾ നമുക്ക് വാല്യൂ എന്താണ് കിട്ടുന്നത്? സെയിം തന്നെയാണ്. സോ അതുകൊണ്ടാണ് എന്ത് വെക്ടർ അഡിഷൻ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയുന്നത്. സോ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഒരു 3 വെക്ടേഴ്സ് ഉണ്ടെന്ന് വെക്കുക, അങ്ങനെയാണെങ്കിലും അവിടെ എന്താണ്? അവിടെ ഒരു ലോ കൂടി വരും. അതിനാണ് അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. എന്താണ് അസോസിയേറ്റീവ് ലോ?
അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. സോ അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്, സോ ഇൻ കേസ് യു ഹാവ് 3 വെക്ടേഴ്സ്, സോ ലെറ്റ്സ് എ പ്ലസ് ബി പ്ലസ് സി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, എങ്ങനെയാണ് അത് എന്ത് ഈക്വൽ തന്നെ ആയിരിക്കും, എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, ഇങ്ങനെ തന്നെ ആയിരിക്കും അതിൻ്റെ ഇതെന്ന് പറയുന്നത്. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, വെക്ടർ അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അതേപോലെ തന്നെ എന്തുവാണ്, അസോസിയേറ്റീവ് ആണ്. ഓക്കെ, അസോസിയേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു 3 വെക്ടേഴ്സിന്റെ കേസ് വരുന്ന കേസിലാണ്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി സിക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എന്നുള്ള രീതിയിലാണ് വരിക. സോ ഇതൊരു ട്രയാങ്കിൾ, അവിടെ ആ ട്രയാങ്കിളിൽ നിന്ന് പിന്നെ അതിന്റെ റിസൾട്ടന്റ് വെച്ചിട്ടാണ് മറ്റേ ട്രയാങ്കിളിലേക്ക് കണക്ട് ചെയ്യുന്നത്. സോ സിമിലർലി ഇറ്റ്സ് ഈക്വൽ. സോ അതാണ് അവിടെ ബേസിക്കലി പറയുന്നത്. ഓക്കെ, ഇനി സബ്സ്ട്രാക്ഷൻ വരുന്ന സമയത്ത്, കുറയ്ക്കുന്ന സമയത്ത്, ഇനി നമ്മൾ വെക്ടറിനെ കുറയ്ക്കാന്ന് പറയുമ്പോഴും നമ്മൾ വെക്ടർ അഡിഷൻ ആണ്, ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് മാത്രം നമ്മൾ പറയുള്ളൂ. അതായത് നമ്മൾ കൂട്ടാണ്, പക്ഷെ ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ എ പ്ലസ് മൈനസ് ബി എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അതിനെ വരാം. സോ സിമിലർലി അതിന്റെ ഇക്വേഷൻ ഞാൻ പറയാം. സബ്സ്ട്രാക്ഷനിൽ എ മൈനസ് ബി എന്ന് പറയുന്നത് ഈക്വൽ ടു എ പ്ലസ് എന്തായിരിക്കും, മൈനസ് ബി. ഓക്കെ, എ പ്ലസ് മൈനസ് ബി. ഇങ്ങനെയാണ് നമ്മൾ അതിനെ സബ്സ്ട്രാക്ട് ചെയ്യുക. അതായത് അഡിഷൻ തന്നെയാണ്, പക്ഷെ എന്താണ്, ബിയിൽ നമ്മളൊരു നെഗറ്റീവ് കൊടുക്കും. ഐദർ എയിലും നെഗറ്റീവോ ബിയിലും നെഗറ്റീവോ, ഏത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. സപ്പോസ് ദിസ് ഇസ് ദ വെക്ടർ എ ആൻഡ് ദിസ് ഇസ് ദ വെക്ടർ ബി. ഓക്കെ, ദിസ് ഇസ് വെക്ടർ എ ആൻഡ് ദിസ് ഇസ് വെക്ടർ ബി. എനിക്ക് എയിൽ നിന്ന് ബി കുറയ്ക്കണം. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ബി പോസിറ്റീവ് ഡയറക്ഷനിലാണ് കിടക്കുന്നത്. അപ്പൊ എനിക്ക് എന്ത് വേണം, നെഗറ്റീവ് ഡയറക്ഷനിലുള്ള ഒരു ബി വേണം. എന്നാലേ ട്രയാങ്കിൾ ലോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നേരെ എന്ത് ചെയ്യും, ഇതേ വെക്ടറിനെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുവരും. അപ്പൊ എന്താവും, അതൊരു മൈനസ് ബി വെക്ടർ ആയിരിക്കും. സോ സിമിലർലി ഞാൻ ഇനി എന്ത് ചെയ്യും, ഇവിടെ ഞാൻ മൈനസ് ബി വെക്ടറിനെ ഇങ്ങോട്ട് വെച്ചു, എ വെക്ടറിനെ ഞാൻ എന്ത് ചെയ്തു, ഇവിടേക്ക് വെച്ചു. ഓക്കെ, എ വെക്ടറിനെ ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചു. ആൻഡ് സിമിലർലി ദിസ് ഈസ് അവർ ബി വെക്ടർ. ഓക്കെ, ദിസ് ഈസ് അവർ ബി വെക്ടർ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ, മൈനസ് ബി വെക്ടർ, ഇവിടെ ബി വെക്ടർ, ഇത് നമ്മുടെ എ വെക്ടർ. ഓക്കെ, ഇനി ജസ്റ്റ് എന്താ, ഇവിടെ എന്താണ് നമ്മുടെ റിസൾട്ടന്റ് വരും. സിമിലർലി ഇവിടെ നമ്മുടെ എന്ത് വരും, റിസൾട്ടന്റ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ആർ എന്ന് പറയുന്നത്, ആർ ഈസ് ഈക്വൽ ടു, ഓക്കെ ഇവിടെ ഏതാണ്, ഒരു മിനിറ്റ്, ഇവിടത്തെ എന്താണ് വരിക, ആർ ഈസ് ഈക്വൽ ടു എ പ്ലസ് മൈനസ് ബി എന്ന് വരും. സിമിലർലി ഇവിടെ എന്ത് വരും, ഇവിടെ എന്താണ്, ആർ ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ വരാ, ഈ ഒരു ഫോർമുലേഷനിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഇത് എ ആണ്, ഇത് ബി ആണ്. സോ ഇവിടെ എന്ത് വരും, എ മൈനസ് ബി എന്നുള്ള രീതിയിൽ വരും അല്ലേ, എ മൈനസ് ബി. ഓക്കെ, ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയാണ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്നതെന്നുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മൾ അവിടെ സബ്സ്ട്രാക്ഷൻ നടത്താന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, വേറെ പരിപാടിയൊന്നുമില്ല. ആ കൂടെ ആ വെക്ടർ എവിടെ കൊണ്ടുപോയി നിങ്ങൾ പ്ലേസ് ചെയ്യും എന്നുള്ളിടത്താണ് അതിൻ്റെ ആ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. നിങ്ങൾ വെക്ടർ ശരിയായ സ്ഥലത്ത് പ്ലേസ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കണക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു വെക്ടർ അവസാനിക്കുന്ന ആ ഒരു ഏരോടെ അവിടെ നിന്ന് വേണം മറ്റേ വെക്ടറിന്റെ ഏറ്റവും താഴ്ഭാഗം കൊണ്ടുപോയി വെക്കാൻ. റിസൾട്ടന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, റിസൾട്ടന്റ് വരച്ച് കഴിയുമ്പോൾ ചെന്നെത്തുന്ന 2 ആരോകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നിടത്താവണം. അതാണ് നമ്മുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. സോ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്തെന്ന് പറയുന്നത്, ഇവ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്. സോ ഇനി നമ്മൾ വേറെ നോക്കുന്ന ഒരു മെത്തേഡാണ് പാരലലോഗ്രാം ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറയുന്നത്. പാരലലോഗ്രാം, നിങ്ങൾ പാരലലോഗ്രാം കണ്ടിട്ടുണ്ടാവും. പാരലലോഗ്രാം ഓഫ് വെക്ടർ അഡിഷൻ. ഓക്കെ, സപ്പോസ് 2 വെക്ടേഴ്സ്, ഒരെണ്ണം ഇങ്ങനെയും, ഒരു മിനിറ്റ്, ഓക്കെ, ഒരെണ്ണം ഇങ്ങനെയും തന്നിട്ടുണ്ടെന്ന് വെക്കാം. ഇതാണ് 2 വെക്ടേഴ്സ്. ഓക്കെ, ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി, ദിസ് ഈസ് ഒറിജിൻ. ഓക്കെ, ഒരു ഒറിജിനിൽ 2 വെക്ടേഴ്സ് ഇങ്ങനെ പോവാണ്. ഓക്കെ, ഇതാണ് 2 വെക്ടേഴ്സ്. സോ ഇവിടെ നമ്മൾ പി എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ക്യൂ എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ നമുക്കൊരു റിസൾട്ടന്റ്, ഈ 2 വെക്ടേഴ്സിനെ നമുക്ക് കൂട്ടണം. അതായത് ഒറിജിനിൽ നിന്ന് 2 വെക്ടേഴ്സ് 2 ഡയറക്ഷനിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ രണ്ടിന്റെയും ഒരു സമ്മ് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും കൂട്ടണം. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, നൈസായിട്ട് ഈ ഒരു വെക്ടറിനെ ഇവിടെ എടുത്തിട്ട്, ഒരു മിനിറ്റ്, ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റാവോ, ഇല്ല,
ഇവിടെ ഓക്കെ. ഓ എൻറ്റയർലി വരുള്ളൂ അല്ലേ? ശേ, കുഴപ്പമില്ല. ഓക്കെ, വേറെ ഡിലേ ചെയ്യാം. സോ അതായത് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബി വെക്ടറിന് എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, ഇങ്ങനെ വെച്ചാൽ പറ്റില്ല, നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അഡീഷണലും ഇപ്പുറത്ത് കൊണ്ടുപോയി വെക്കണം. അപ്പം എന്ത് ചെയ്യും, നൈസായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ വെക്ടറിനെ എ വെക്ടറിനെ അവിടെ തന്നെ നിർത്തി, എ വെക്ടറിനെ അവിടെ തന്നെ നിർത്തി എന്ത് ചെയ്തു, ബി വെക്ടറിനെ ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, ബി വെക്ടറിനെ ഇവിടെ കൊണ്ടുപോയി വെച്ചു, എ വെക്ടറിനെ അവിടെ തന്നെ നിർത്തി ബി വെക്ടറിനെ ഇവിടെ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, സോ ദിസ് ഈസ് അവർ പി ആൻഡ് ദിസ് ഈസ് അവർ ഓ അവിടെ ആയിരുന്നു. ഓക്കെ, ഇവിടെ ക്യൂ ഉണ്ട് കേട്ടോ, ക്യൂവിനെ നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാണ്, വലിയ മാറ്റമൊന്നുമില്ല. സോ ദിസ് ഈസ് അവർ ക്യൂ. ഓക്കെ, ദിസ് ഈസ് അവർ ക്യൂ. ഇനി ഇതാണ് എന്ത് നമ്മുടെ ഓ എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് ഞാൻ ഒരു റിസൾട്ടന്റ് വരയ്ക്കാണ്. സോ ഇവിടെ നിന്ന് ഞാനൊരു റിസൾട്ടന്റ് വരയ്ക്കാണ്. ദിസ് ഈസ് അവർ റിസൾട്ടന്റ് ആൻഡ് ബാക്കി നമുക്ക് ഡോട്ട് ചെയ്ത് വിടാം. ഓക്കെ, ഇവിടേക്ക് ഒരു ഡോട്ട് ചെയ്ത് വിടാം ആൻഡ് ഇവിടേക്ക് ഒരു ഡോട്ട് ചെയ്ത് വിടാം. ഓക്കെ, സോ ഇപ്പോൾ ഇതൊരു പാരലോഗ്രാം ആയില്ലേ. ദ കൺസെപ്റ്റ് ഓഫ് പാരലോഗ്രാം എന്ന് പറയുന്നത് നമ്മളൊരു പാരലോഗ്രാമിലേക്ക് എത്തി അല്ലേ. സോ ഇവിടെ ക്യൂ, ഇവിടെ പി, ഈ ഒരു പോയിന്റിനെ ഞാൻ എസ് ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു പോയിന്റിനെ ഞാൻ എസ് ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബി എന്ന് പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ആയിരിക്കും അല്ലേ. അഡീഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത് എ പ്ലസ് ബി ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, പാരലോഗ്രാം ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത്. വേറെ ഒരു പരിപാടി ഇല്ല, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ രണ്ട് തരുന്ന സമയത്ത് ഇതിനെ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു ഈ ആരോ എന്ന് വേണം വെക്ടർ തുടങ്ങാൻ, അവിടേക്ക് കൊണ്ടുപോയി വെക്കുക, നൈസായിട്ട് ഇതിൻ്റെ എന്തെടുക്കുക, റിസൾട്ടൻ്റ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഇത് കണ്ടുപിടിക്കുക, ആ ഒരു ടാൻജൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഒരു എക്സാമ്പിൾ ഉണ്ട്, നമുക്ക് ആ ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് പോവാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടിയും പറയാം, യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, യൂണിറ്റ് വെക്ടേഴ്സ്. സോ യൂണിറ്റ് വെക്ടേഴ്സ് കണ്ടെത്താന്ന് പറയുന്നത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എ ക്യാപ്പ് എന്നാണ് നമ്മൾ പറയുക. എ ക്യാപ്പ്, മുകളിൽ ഒരു ക്യാപ്പ് പോലെ ഇടും, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ യൂണിറ്റ് വെക്ടർ കണ്ടെത്താന്ന് പറയുന്നത്, അതായത് അതിന് ഡയമെൻഷനൊന്നും ഇല്ല. യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള ഒരു ഏറ്റവും ചെറിയ പോയിന്റിനെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയുക. അതായത് ഒരു ഡയറക്ഷനിൽ ഒരു വെക്ടർ ഉണ്ട്, അതിൽ ഏറ്റവും ചെറിയ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. സോ ആ എ ക്യാപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ശരിക്കും ഇത് ഈ ഇക്വേഷൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പ്ലസ് അതിൻ്റെ യൂണിറ്റ് വെക്ടർ എൻ ക്യാപ്പ് എന്നുള്ള രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുക. സോ ഈ എ ക്യാപ്പിന് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതുന്ന സമയത്ത് എ ക്യാപ്പിനെ ലെഫ്റ്റിൽ നിർത്തി ബാക്കി എല്ലാത്തും ഈ എന്ത് ചെയ്യും, ഈ മാഗ്നിറ്റ്യൂഡിന് താഴെ വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. അതായത് നിങ്ങളോടൊരു വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെക്ടറിനെ എന്ത് ചെയ്താൽ മതി, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതാണ് എന്ത്, അതിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലം ആണ്. അതായത് മഴത്തുള്ളികൾ വീഴാണ്. ഓക്കെ, മഴ പെയ്യാണ്. അപ്പോൾ മഴത്തുള്ളികൾ വെർട്ടിക്കലി 35 മീറ്റർ/സെക്കൻഡിൽ എന്ത് ചെയ്യാണ്, താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു കാറ്റും വീശുന്നുണ്ട്. എത്രയാണ്, 12 മീറ്റർ/സെക്കൻഡിൽ. അത് എവിടെ നിന്നാണ്, ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് വീശുന്നത്. അതായത് കിഴക്കുന്ന് പടിഞ്ഞാട്ട് എത്രയാണ്, ഒരു 12 മീറ്റർ/സെക്കൻഡിൽ കാറ്റും വീശുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി ഒരു കുടയും പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അവൻ എത്ര ഡിഗ്രി കുട ഏത് സൈഡിലേക്ക് ചരിച്ചാലാണ് അവന് മഴ കൊള്ളാതിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം. എന്തായാലേ വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്, നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഒരു പിക്ചറാണ്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുക, ഇവിടെ നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ വരച്ചു വെക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഡയറക്ഷൻ വരയ്ക്കാൻ അറിയാമെന്ന് തോന്നുന്നു, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ വരയ്ക്കുക. ഇനി മഴത്തുള്ളികൾ വെർട്ടിക്കലി ആണ് വരുന്നത്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യാണ്, താഴോട്ടൊരു വെക്ടർ വരയ്ക്കാണ്, താഴോട്ട് വരുന്ന ഒരു വെക്ടർ. സോ അതിനെ ഞാൻ വി ആർ എന്ന് റെപ്രസെന്റ് ചെയ്തു. അതാണ് എൻ്റെ വെക്ടർ വി ആർ, മഴത്തുള്ളികളുടെ സ്പീഡ് വി ആർ. സിമിലർലി എന്താണ്, വിൻഡ് ബ്ലോ ചെയ്യുന്നുണ്ട് എങ്ങോട്ടാ, ഈസ്റ്റ് ടു വെസ്റ്റ്. അതായത് കിഴക്കുന്ന് പടിഞ്ഞാട്ട് വിൻഡ് വീശുന്നുണ്ട്, കാറ്റ് വീശുന്നുണ്ട്. അപ്പൊ എങ്ങോട്ടാണ് വരയ്ക്കേണ്ടത്, ലെഫ്റ്റിലേക്ക് ഒരു വര വരയ്ക്കുന്നുണ്ട്. അതിനെ ഞാൻ എന്ത് ചെയ്തു, വി ഡബ്ല്യു എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇതിന്റെ റിസൾട്ടന്റ് എത്രയായിരിക്കും, റിസൾട്ടന്റ് എങ്ങനെ വരയ്ക്കുക, എവിടേക്കല്ല വരയ്ക്കുക, റിസൾട്ടന്റ് ഇതിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരയ്ക്കുക. ഓക്കെ, റിസൾട്ടന്റ് ഇങ്ങോട്ട് വരച്ചു. അതാണ് നമ്മുടെ റിസൾട്ടന്റ് ആർ എന്ന് പറയുന്നത്.
ഇവിടെ തീറ്റ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ആംഗിൾ തീറ്റ ആണ്. ഓക്കെ, ഇനി ഈ ആർ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ആരെങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ സിമിലറൈസ് ചെയ്യുന്ന ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ സ്ക്വയർ. അപ്പോൾ നമ്മൾ എത്രയാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു മഴത്തുള്ളി താഴോട്ട് വീഴുന്നുണ്ട്. എത്രയാണ്? 35 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ. അതുപോലെ തന്നെ കാറ്റ് കിഴക്കോട്ട് നിന്ന് പടിഞ്ഞാട്ട് വീശുന്നുണ്ട്. എത്ര? 12 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ എന്ത് ചെയ്തു? ഈ ഒരു ഫിഗർ പ്ലോട്ട് ചെയ്തു. താഴേക്ക് വരുന്ന വെക്ടർ ഇങ്ങോട്ട് കൊടുത്തു. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് വരുന്നത്, സോറി റൈറ്റ് ടു ലെഫ്റ്റ് ആണ് വരുന്ന, അതായത് ഈസ്റ്റ് ടു വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ. സോ അങ്ങോട്ട് ഒരു വെക്ടർ കൊടുത്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എടുത്തു. ആ റിസൾട്ടൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി. ഓക്കെ, ഇനി നമുക്ക് കിട്ടേണ്ടത് തീറ്റയാണ്. ഓക്കെ, തീറ്റ നമ്മൾ എങ്ങനെ കണ്ടെത്താം? ഓക്കെ, ആറാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇതിൽ നമ്മൾ ടാൻ തീറ്റ ആണല്ലേ നമുക്ക് എഴുതണ്ടേ. സോ നമ്മൾ ടാൻ തീറ്റയുടെ ഇക്വേഷൻ ഏതാണ്? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ് വരാ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വി ഡബ്ല്യു ഡിവൈഡഡ് ബൈ വി ആർ. ഇങ്ങനെയല്ലേ വരാ? സോ എത്രയാണ്? 35 അല്ലല്ലോ, 12 അല്ലേ ഇത് വരുന്നത്. 12 ഡിവൈഡഡ് ബൈ 35. ഓക്കെ, 12 ഡിവൈഡഡ് ബൈ 35 ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? പോയിന്റ് എത്ര വരാം? 0.343. ഓക്കെ, 0.343. സോ ഇതാണ് വരാം. നമുക്ക് തീറ്റ കിട്ടുന്നുണ്ട്. ഇപ്പൊ ടാൻ തീറ്റ കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്. നിങ്ങളുടെ കാൽക്കുലേറ്റർ ചെയ്യേണ്ട കാര്യമാണ്. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ചെയ്യുക. ഈ വാല്യൂ കൊടുക്കുക. എത്രയാ കിട്ടാന്ന് നോക്കാം. എത്രയാ കിട്ടുക നിങ്ങൾക്ക്? ഇത് ചെയ്യുന്ന സമയത്ത് 90 ഡിഗ്രി ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി? 90 ഡിഗ്രി കിട്ടി. അതിന്റെ മീനിങ് എന്താണ്? ആ കുട പിടിച്ചിരിക്കുന്ന കുട്ടി എന്ത് ചെയ്യണം? കിഴക്കോട്ട് തിരിഞ്ഞ് എന്ത് ചെയ്യണം? 19 ഡിഗ്രി ചെരിച്ച് പിടിക്കണം. എന്നാൽ മാത്രം എന്ത് കിട്ടുള്ള ആൾക്ക് മഴ കൊള്ളാതെ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, വെർട്ടിക്കൽ ടുവാർഡ്സ് ദി ഈസ്റ്റ്. ഈസ്റ്റിലോട്ട് ടുവാർഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? 19 ഡിഗ്രി ചെരിച്ച് പിടിക്കണം. അതാണ് അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. എന്തായാലും നമുക്ക് ഇത്രയും സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ, അതായത് മഴത്തുള്ളി ഇങ്ങനെ വീഴുന്നു, കാറ്റിന്റെ വേഗത പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഡിഗ്രി കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? കുട ചരിക്കാം എന്നുള്ള കാര്യമൊക്കെ ഫിസിക്സ് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റും. വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇത്രയും കണക്കുകൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. സോ അത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു കേസാണ്. പിന്നെ ഇനി നമ്മൾ ഓരോ യൂണിറ്റ് വെക്ടേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഈ ഒരു കുറച്ച് മുമ്പത്തെ സെക്ഷനിൽ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ റെപ്രസെന്റ് ചെയ്യുന്നതൊക്കെ. ഇനി നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം അറിയാം അല്ലേ? ഏത് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്? നിങ്ങൾക്ക് അറിയാവുന്ന കോർഡിനേറ്റ് ഏതൊക്കെയാണ്? എക്സ് കോർഡിനേറ്റ് അറിയാം അല്ലേ? എക്സ് കോർഡിനേറ്റ് അറിയാം. ഒരു മിനിറ്റ്. ഓക്കെ, എക്സ് കോർഡിനേറ്റ് അറിയാം, വൈ കോർഡിനേറ്റ് അറിയാം, സെഡ് കോർഡിനേറ്റ് ഉണ്ട്. ഓക്കെ, എത്ര കോർഡിനേറ്റുകൾ ഉണ്ട്? എക്സ്, വൈ, സെഡ്. ഓക്കെ, ഇതാണ് 3 കോർഡിനേറ്റ്. ഇതിനാണ് നമ്മൾ 3D സ്പേസ് എന്ന് പറയാം, എക്സ് വൈ സെഡ് എന്ന് പറയുന്നതിന്. ഓക്കെ, ഇനി ഇതിന്റെ യൂണിറ്റ് വെക്ടേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. എക്സിന്റെ യൂണിറ്റ് വെക്ടർ ആണ് കുട്ടികളെ ഐ ക്യാപ്. ഓക്കെ, ഐ ക്യാപ് എന്ന് പറയുന്നതാണ് എന്ത്? എക്സിന്റെ യൂണിറ്റ് വെക്ടർ. വൈയുടെ യൂണിറ്റ് വെക്ടർ ആണ് ജെ ക്യാപ്. അതുപോലെ സെഡിന്റെ എന്തായിരിക്കും? അപ്പൊ നിങ്ങൾ ഇത് എക്സ് വൈ സെഡ് ആണെങ്കിൽ, ഇത് ഐ ജെ ആണെങ്കിൽ നെക്സ്റ്റ് എന്തായിരിക്കും? കെ ക്യാപ്. സിമ്പിൾ ആയിട്ട് പറയാം, കെ ക്യാപ്. ഓക്കെ, ഐ ജെ കെ. ഓക്കെ, ഇതുപോലെ എക്സ് വൈ സെഡ് പോലെ തന്നെ നമ്മൾ എടുക്കുന്ന യൂണിറ്റ് വെക്ടേഴ്സ് ആണ് എന്ത്? ഐ ജെ കെ എന്ന് പറയുന്നത്. സോ ഇതിന്റെ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഇത് ഓർത്തോഗണൽ ആണെന്ന് പറയും. അതായത് ഐ ക്യാപ് ഈസ് ഈക്വൽ ടു വൈ ക്യാപ് എന്ന്, ജെ ക്യാപ് ഈക്വൽ ടു കെ ക്യാപ് മോഡുലസ് എടുക്കുകയാണെങ്കിൽ ഈക്വൽ ടു 1. അതിന്റെ മീനിങ് എന്താണ്? ഇത് ഓർത്തോഗണൽ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്നാണ് അതിനെ പറയാ. ഓക്കെ, അത്രയും കേസാണ് പറയാ. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോഴും നമ്മൾ വെക്ടർ ഇതൊക്കെ ഗ്രാഫിക്കലി നിങ്ങളോട് പറഞ്ഞു എങ്ങനെയാണ്. ഇനി നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, സോ ഗ്രാഫിക്കലി നമ്മൾ എങ്ങനെയാ വരയ്ക്കാന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ നമുക്ക് ഒരു വെക്ടറിനെ വരയ്ക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി എങ്ങനെയാണ് അത് മാത്തമാറ്റിക്കലി എഴുതാന്നുള്ളതാണ് നോക്കേണ്ടത്. സോ ലെറ്റ് ട്രൈ. ഒരു എക്സ് വൈ ഗ്രാഫ് ഞാൻ വരച്ചു. സോ ഇതാണ് എൻ്റെ വെക്ടർ എ എന്ന് പറയുന്നത്. ദിസ് ഇസ് മൈ വൈ, ദിസ് ഇസ് മൈ എക്സ്. സോ എങ്ങനെയാണ് ഒരു ഗ്രാഫിൽ നമ്മൾ പോയിന്റിനെ നോട്ട് ചെയ്യാം? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എക്സ് വൈയിൽ ഇങ്ങനെയല്ലേ നമ്മൾ പോയിന്റ് റെപ്രസെന്റ് ചെയ്യുക അല്ലേ? പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് അതിനൊരു എക്സ് വാല്യൂ ഉണ്ടാവും, വൈ വാല്യൂ ഉണ്ടാവും പ്ലെയിനിന്റെ കേസിൽ. സോ സിമിലർലി ഈ എ വെക്ടറിന് ഒരു എക്സ് കമ്പോണന്റ് ഉണ്ടാവും. അതിനെ എ എക്സ് എന്ന് ഞാൻ വിളിക്കുകയാണ്. സിമിലർലി അതിന് എന്തുണ്ടാവും? ഒരു വൈ കമ്പോണന്റ് ഉണ്ടാവും. അതിനെ എ വൈ എന്ന് വിളിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത് വെക്ടർ എ ഈസ് ഈക്വൽ ടു എ എക്സ്. എക്സിന്റെ യൂണിറ്റ് വെക്ടർ എന്താണ്? ഐ ക്യാപ്. എക്സിന്റെ യൂണിറ്റ് വെക്ടർ ഐ ക്യാപ് പ്ലസ് എ വൈ എന്താണ്? വൈ ഇതിന്റെ യൂണിറ്റ്
യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ജെ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് എന്തെന്ന് പറയാം, നമ്മളൊരു വെക്ടറിനെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത് നമ്മൾ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യും, ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു രീതിയിലാണ്. ഓക്കെ, ഇനി ഇതൊരു 3 ഡയമെൻഷനിൽ ആണെങ്കിൽ 3 ഡയമെൻഷനിൽ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. എങ്ങനെയാ 3 ഡയമെൻഷനിൽ വരയ്ക്കാം? ഞാൻ സിമിലർലി ഇവിടെ ഒരു എക്സ് വരച്ചു, ഇവിടെ ഒരു വൈ വരച്ചു, ഇവിടെ ഒരു സെഡ് വരച്ചു. ഇതാണ് എൻ്റെ എന്ത് എ എന്ന് പറയുന്നത്. ഓക്കെ, എ വെക്ടർ എന്ന് പറയുന്നത് ദിസ് ഇസ് മൈ വെക്ടർ എ. ഇതാണ് എക്സ്, ഇതാണ് വൈ, ഇതാണ് സെഡ്. എങ്ങനെയായിരിക്കും നമ്മളൊരു സെഡ് അല്ലെങ്കിൽ 3D സ്പേസിൽ എങ്ങനെയാണ് വെക്ടറിന് പറയാ? ഒബ്വിയസ്ലി നമുക്ക് എന്തുണ്ടാവും ഇവിടെ ഒരു ഒരു എക്സ് കമ്പോണന്റ് എന്തായാലും ഉണ്ടാവും. സോ വി ഹാവ് എൻ എക്സ് കമ്പോണന്റ് ഹിയർ ആൻഡ് വൈ കമ്പോണന്റ്. ഒരു മിനിറ്റ്, വൈ കമ്പോണന്റിന്റെ വലിപ്പം കൂടിപ്പോയി. സോ വൈ കമ്പോണന്റ് ഹിയർ. പിന്നെ ആരുണ്ടാവും? ഒരു സെഡ് കമ്പോണന്റ് കൂടി ഉണ്ടാവും ഇല്ലേ? ഒരു സെഡ് കമ്പോണന്റും കൂടി ഉണ്ടാവും. ഇതാണ് സെഡ് കമ്പോണന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സെഡ് കമ്പോണന്റും കൂടി ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് ആ സെഡ് കമ്പോണന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആയിരിക്കും അതിന്റെ സ്പേസ് വരാം. അതായത് ഇത് ഈ ഒരു വര ശരിയല്ല, എസ് കമ്പോണന്റ് വൈ കമ്പോണന്റ് ഇങ്ങനെ. ഒരു മിനിറ്റ്, ഇതെടുക്കട്ടെ. സോ ഓക്കെ, അവിടെ പോട്ടെ, സാരില്ല, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വരയ്ക്കാം. സോ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരയ്ക്കാം. ഓക്കെ, സോ നൗ ഇറ്റ് ഹാസ് എൻ എക്സ്. ഇവിടെ ഒരു സെഡ് കമ്പോണന്റ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് കമ്പോണന്റ് ഉണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു വെക്ടർ എനെ എക്സ് വൈ സെഡ് ക്യാപ്പിൽ റെപ്രസെന്റ് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ ഈ വെക്ടർ എനെ ഞാൻ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? വെക്ടർ എ ഈസ് ഈക്വൽ ടു എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ് പ്ലസ് എ സെഡ് കെ ക്യാപ്പ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വെക്ടറിനെ ടോട്ടലി റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു മെത്തേഡിലാണ്. ഓക്കെ, അപ്പോൾ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ എന്ന് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റാന്ന്. സോ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഇതിന്റെ റൂട്ട് എടുത്താൽ മതി. മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തണമെങ്കിൽ റൂട്ട് ഓഫ് എന്ത് ചെയ്യുക, ഈ ഒരു വാല്യൂന്റെ സ്ക്വയർ എടുത്ത് ചെയ്യുക. അതായത് മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താൻ എന്ത് ചെയ്യുക? റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേപോലെ തന്നെ പരിപാടി, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, സോ അതിൽ വേറെ ഒന്നുമില്ല. ഇനി ഒരു അനലിറ്റിക്കൽ മെത്തേഡിൽ വെക്ടർ അഡിഷൻ വേണമെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അനലിറ്റിക്കലി നമുക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വെക്ടർ അഡിഷൻ വേണമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ നോക്കേണ്ട അനലിറ്റിക്കൽ മെത്തേഡ്. ഓക്കെ, അനലിറ്റിക്കലി നമുക്ക് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അനലിറ്റിക്കൽ മെത്തേഡ് തന്നെയാണ്. ഓക്കെ, അനലിറ്റിക്കൽ മെത്തേഡ്. ഓക്കെ, സോ ആദ്യം ഞാൻ എന്ത് ചെയ്തു? 2 വെക്ടേഴ്സ് വരയ്ക്കാണ്. സോ ദിസ് ഇസ് മൈ വെക്ടർ എ and this is vector b. okay, so ഇതാണ് origin, this is our origin. ഇതാണ് എൻ്റെ വെക്ടർ എ എന്ന് പറയുന്നത് and this is vector b. so ഇത് എത്തിച്ചേരുന്നത് പിയിലും ഇത് എത്തിച്ചേരുന്നത് ക്യൂയിലുമാണ്. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു റിസൾട്ടന്റ് വെക്ടറിനെ വരയ്ക്കുകയാണ്. റിസൾട്ടന്റ് വെക്ടർ, ദിസ് ഇസ് മൈ റിസൾട്ടന്റ് വെക്ടർ. സോ അതിലേക്ക് ഞാൻ ബാക്കി ഉള്ളതിനെ ഡോട്ടഡ് ലൈൻസിലൂടെ കണക്ട് ചെയ്യണം. ദിസ് ഇസ് മൈ ഡോട്ടഡ് ലൈൻസ്. ഓക്കെ, സോ ഇതൊരു പാരലോഗ്രാമായി. ഇവിടെ പാരലോഗ്രാം ആണെങ്കിൽ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടിയിരുന്നത്. സോ ഇവിടം വരെ വരച്ചിട്ട് ഞാൻ ഇത്രയും ഭാഗം മായ്ച്ച് കളയാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇത്രയും ഭാഗം മായ്ച്ച് കളയാം. ഓക്കെ, സോ ദിസ് ഈസ് മൈ പി. ഇതാണ് പി പൊസിഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ആർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് മൈ ആർ ആൻഡ് ഇതാണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു എസിൻ്റെ അവിടെ നിന്ന് ഒരു വെർട്ടിക്കലി ലൈൻ പ്ലോട്ട് ചെയ്യാണ്. ഓക്കെ, വെർട്ടിക്കലി ഒരു ലൈൻ വരയ്ക്കാണ്. ആൻഡ് അതിനിവിടെ നിന്ന് എന്ത് ചെയ്യും? ഞാൻ അവിടെ നിന്ന് ഒരു കണക്ഷൻ കൊടുക്കും. സോ അതിനെ ഞാൻ എൻ എന്ന് ഡിനോട്ട് ചെയ്യാണ്. എൻ എന്ന് ഞാൻ അവിടെ ഡിനോട്ട് ചെയ്യാണ്. സോ ഈ ആംഗിൾ എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയി. സോ ഒബ്വിയസ്ലി ഇറ്റ്സ് 90 ഡിഗ്രി. ആൻഡ് ഇവിടെ ഈ ടോട്ടൽ ഇതിനെ ഞാൻ തീറ്റ എന്ന് വിളിച്ചു. ഈ ഒരു ആംഗിളിനെ ഞാൻ ആൽഫ എന്ന് വിളിക്കുകയാണ്. സിമിലർലി ഹിയർ വി ഹാവ് എ ബീറ്റ ആംഗിൾ. ഇത് ബീറ്റ ആംഗിൾ എന്നായിട്ട് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഇതിനെ ഒരു ബീറ്റ ആംഗിൾ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, സോ ഈ തീറ്റ തന്നെ ആയിരിക്കും ഇവിടെയും വരാം. ഇവിടെ ഒരു തീറ്റ ആംഗിളും വരും. ഓക്കെ, ദിസ് ഇസ് എ തീറ്റ ആംഗിൾ ഹിയർ. സോ ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ട്രയാംഗിൾ ഏതാണ്? SNP കൺസിഡർ ചെയ്യാണ്. SNP എന്ന് പറയുമ്പോൾ ഏതാണ്? SNP എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ട്രയാംഗിളിനെ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഈ ചെറിയ ട്രയാംഗിളിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ കോസ് തീറ്റ ഏതാണെന്ന് നോക്കുകയാണ്. കോസ് തീറ്റ. ഓക്കെ, കോസ് തീറ്റ ഏതായിരിക്കും? തീറ്റ എവിടെയാണ്? അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് വരിക. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് SN ഡിവൈഡഡ് ബൈ എന്താണ്? PS. ഓക്കെ, SN ഡിവൈഡഡ് ബൈ PS അങ്ങനെയല്ലേ വരാം. ഇനി
ഈ പി എസ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി കുട്ടികളെ? പി എസ് എന്ന് പറയുന്നത് എന്താ? ഈ ബി വെക്ടറിന്റെ തന്നെ പ്രൊജക്ഷൻ അല്ലെ ഈ പി എസ് എന്ന് പറയുന്നത്, ഡോട്ടഡ് ആയിട്ട് ഇടുന്നത്. സോ അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഈ പി എസ് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എസ് എൻ ഡിവൈഡഡ് ബൈ ബി, വെക്ടർ ബി എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ കൊടുക്കാം ഇല്ലേ? കൊടുത്തൂടെ? കാരണം ഈ ബി വെക്ടറിന്റെ അതേ പ്രൊജക്ഷൻ തന്നെയാണ് ഈ പി എസ് എന്ന് പറയുന്നത്, അതേ സെയിം ലെങ്തും കാര്യങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് പി എൻ ഡിവൈഡഡ് ബൈ ബി എന്നുള്ള രീതിയിൽ തന്നെ എഴുതാം. സോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? സോറി, എസ് എൻ അല്ലല്ലോ വരാ, സോറി ഇത് ഓപ്പോസിറ്റ് സൈഡ് ആയില്ലേ എസ് എന്ന് പറയുമ്പോൾ? സോറി ഞാൻ വിചാരിച്ചു എന്താ പി. ഇവിടെ ടീറ്റല്ലേ, അഡ്ജസൻറ്റ് സൈഡ് ആയില്ല, അപ്പോൾ പി എൻ അല്ലേ വരണ്ടേ? പി എൻ ആണ് വരണ്ടേ. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെയും പി എൻ ഡിവൈഡഡ് ബൈ ബി. ഓക്കെ, സോ ഇനി പി എന്നിനെ നമുക്കൊരു ഇക്വേഷൻ ഏതാണ്? പി എൻ ഈസ് ഈക്വൽ ടു എങ്ങനെ എന്ത് ചെയ്തും, ബി കോസ് തീറ്റ എന്നുള്ള രീതിയിൽ ഇക്വേഷൻ വരും. എങ്ങനെയാണ്? ബി കോസ് തീറ്റ. സിമിലർലി സൈൻ തീറ്റ ഞാൻ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? എസ് എൻ ഡിവൈഡഡ് ബൈ എന്താണ് വരാ? ഹൈപ്പോട്ടന്യൂസ് വിച്ച് ഈസ് പി എസ് അല്ലേ? എസ് എൻ ഡിവൈഡഡ് ബൈ പി എസ് എന്നുള്ള രീതിയിൽ വരും. സിമിലർലി നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? എസ് എൻ ഒരു ഇക്വേഷൻ എഴുതാം, എന്താണ്? ബി സൈൻ തീറ്റ എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും, ബി സൈൻ തീറ്റ. ഓക്കെ, ഈ രണ്ട് കാര്യം മനസ്സിലായല്ലോ? ഒന്നുമില്ല, ഞാൻ ഈ ആദ്യം ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, അതിലെ കോസ് തീറ്റ എടുത്തു, സൈൻ തീറ്റ എടുത്തു, അതിൽ നിന്ന് പി എന്നിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി, പി എന്നിന് ഒരു ഇക്വേഷൻ കണ്ടെത്തി, അതേപോലെ തന്നെ എസ് എന്നിനും ഞാൻ ഒരു ഇക്വേഷൻ കണ്ടെത്തി, വിച്ച് ഇസ് ഒന്ന് ബി കോസ് തീറ്റയും ഒന്ന് ബി സൈൻ തീറ്റയും ആയി മാറി. ഓക്കെ, ഇനി ഈ ജിയോമെട്രി ഫിഗറിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഒ എൻ സ്ക്വയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒ എസ് സ്ക്വയർ എന്ന് പറയുന്നത്, ഇതാണ് ഒ എസ് സ്ക്വയർ. ഈ ഒ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒ എൻ സ്ക്വയർ പ്ലസ് ഒ ക്യൂ സ്ക്വയർ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ എസ് എൻ സ്ക്വയർ എന്നുള്ള രീതിയിലാണ് എടുക്കുക. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ എടുക്കുക? ഓക്കെ, ഒന്നില്ലെങ്കിൽ ഇത് എടുക്കാം, ഒന്ന് ഈ ഒരു ഇത് എടുക്കാം. ഓക്കെ, ഒ എസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഒ എസ് സ്ക്വയർ എന്ന് പറയുന്നത് ഒ എൻ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ അല്ല എസ് എൻ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ എടുക്കാം. ഞാൻ എഴുതി കാണിച്ചു തരാം, ഒരു മിനിറ്റ്. അതായത് ഓക്കെ, ഒ എസ് ഇതൊന്നും വരാത്തെ, ഒ എസ് സ്ക്വയർ. ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ ഒ എസ് സ്ക്വയർ എന്ന് പറയുന്നത് ജിയോമെട്രി പ്രകാരം നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ഒ എസ് സ്ക്വയർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ഒ എൻ സ്ക്വയർ പ്ലസ് എന്തായിരിക്കും? എസ് എൻ സ്ക്വയർ അല്ലേ? ഒ എൻ സ്ക്വയർ പ്ലസ് എസ് എൻ സ്ക്വയർ അല്ലേ? ഇങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്. ഓക്കെ, ബട്ട് ഒ എൻ എന്ന് പറയുന്നത് എന്താണ്? ഒ എൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഏതോ ഒ എൻ എന്ന് പറയുന്നത്, ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് ഒ എൻ എന്ന് പറയുന്നത്. ഒ എൻ എന്ന് പറയുന്നത് എന്താണ്? ഒ പി പ്ലസ് പി എൻ ആണ് അല്ലേ? ഒ പി പ്ലസ് പി എൻ ആണ് എന്തെന്ന് പറയുന്നത്? ഒ പി പ്ലസ് പി എൻ എന്ന് പറയുന്നതാണ് എന്ത്? ഒ എൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒ പി പ്ലസ് പി എൻ. ഓക്കെ, ഒ പി പ്ലസ് പി എൻ ആണ് എന്ത് ഇതെന്ന് പറയുന്നത്. സോ ഒ പി എന്ന് പറഞ്ഞാൽ എന്താ? വെക്ടർ എ ആണ് അല്ലേ? പ്ലസ് പി എൻ എന്ന് പറഞ്ഞാൽ എന്താ? ബി കോസ് തീറ്റ. അപ്പോൾ എ പ്ലസ് ബി കോസ് തീറ്റ എന്നുള്ള ഒരു ഇക്വേഷനിലേക്ക് വന്നു. ഇനി എസ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? എസ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ബി സൈൻ തീറ്റ ആണ് അല്ലേ? ബി സൈൻ തീറ്റ ആണ്. സോ ഇതെല്ലാം കൂടി എന്ത് ചെയ്യണം? ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഒ എസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും? ഇവിടെ എന്ത് കിട്ടും? എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ്? ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. സോ ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് എത്തും. ഓക്കെ, സോ ഇനി ഇവിടെ ഒന്നുമില്ല, നമ്മൾ നേരെ എന്ത് ചെയ്യാം? ഈ ഒ എസ് സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ തന്നെയാണ്. സോ ആർ സ്ക്വയറിന് ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമാറ്റിലായി. അപ്പോൾ എന്ത് ചെയ്യണം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എന്താണ്? 2ab കോസ് തീറ്റ എന്നുള്ള ഫോമുലേഷനിലേക്ക് മാറ്റണം. ഇത് എ പ്ലസ് ബിയുടെ ഫോമുലയിലേക്ക് കിടക്കുന്നത്. ഇതെന്ന് പറയുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമുലയിലേക്ക് കുട്ടികളെ കിടക്കുന്നത്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമുലേഷനിലേക്ക് ഇതിനെ മാറ്റി എഴുതുക. സിമിലർലി എന്ത് ചെയ്യുക? ഇവിടെ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് കൊടുക്കുക. സോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആറിന് ഒരു ഇക്വേഷൻ കിട്ടും. ആറിന് ഫൈനലായിട്ട് ഒരു ഇക്വേഷൻ കിട്ടും. റൂട്ട് ഓഫ് എന്താണ്? എ സ്ക്വയർ പ്ലസ് എന്ത് കിട്ടും? ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. 2ab കോസ് തീറ്റ. ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. അനലിറ്റിക്കൽ മെത്തേഡിലൂടെ നമ്മൾ രണ്ട് വെക്ടേഴ്സിന്റെ അഡീഷൻ കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് എന്താണ്? ആർ ഈസ് ഈക്വൽ ടു റിസൾട്ടന്റ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എന്ന് പറയുന്നത്. സോ ഇതാണ് അതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് പിന്നെ ഇനി തീറ്റ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ തീറ്റ അല്ലെങ്കിൽ ആൽഫ കണ്ടുപിടിക്കാൻ എന്താണ്? ടാൻ ആൽഫ എടുക്കുക. എസ് എൻ ബൈ ഒ എൻ പ്ലസ് പി എൻ എന്നുള്ളത് കൊടുത്തിട്ട് നേരെ എന്ത് ചെയ്യുക?
ടാൻ ഇൻവേഴ്സ് കൊടുക്കുക. സിമിലർലി സൈൻ ആൽഫ കണ്ടുപിടിക്കണമെങ്കിലും എന്താണ് ബി ബൈ സൈൻ ആൽഫ എന്നുള്ള ഇതിൽ വരുമ്പോൾ ആ ബി ബൈ ആർ സൈൻ തീറ്റ എന്നുള്ള ഫോർമുലേഷനിലേക്ക് കൊടുക്കുക. സോ സിമ്പിളായിട്ട് ഒന്നുമില്ല, പ്രധാനമായിട്ട് ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെത്തിക്കുക എന്നുള്ളതാണ്. ഈ ഒരു അനലിറ്റിക്കൽ മെത്തേഡിലൂടെ ഈ വെക്ടർ അഡിഷൻ സോൾവ് ചെയ്യാന്നുള്ള ഇടയ്ക്ക് പണ്ടൊക്കെ ചോദിച്ചിരുന്നു, ഇപ്പം അങ്ങനെ ചോദിക്കാറുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ പഠിച്ചിരിക്കണം. ഒന്നുമില്ല, എങ്ങനെയാണ് ആ ഫിഗർ വരയ്ക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫിഗർ പഠിച്ചതിന് ശേഷം ആ ഒരു ട്രയാങ്കുലർ വെച്ചിട്ട് ബേസിക്കലി ഒന്നുമില്ല, ട്രിഗണോമെട്രി അറിയുന്ന അല്ലെങ്കിൽ ജോമെട്രി അറിയുന്ന ഒരാൾക്ക് പൈതഗോറസ് തിയറം വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡിലൂടെ സോൾവ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് അറിയില്ല, നമുക്ക് അറിയാവുന്ന കൺസെപ്റ്റിൽ നിന്നാണ് എന്താണ് ഈ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ പ്രധാനമായിട്ടും നമ്മുടെ വെക്ടേഴ്സും സ്കേലാർസും വരുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ബേസ് ആണ് ഈ ഒരു ചാപ്റ്ററിന്റെ, ഇതിൽ നിന്നാണ് തുടക്കം. ഓക്കെ, ഈ ഒരു മോഷൻ ഇൻ എ പ്ലെയിനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ബേസ്. ഇനി ബാക്കി വരുന്ന എല്ലാ ചാപ്റ്ററും ഈ വെക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആണ്, സ്കേലാർസും വെക്ടേഴ്സും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ബേസ് ആയിട്ടുള്ള കാര്യം എന്തായാലും പഠിച്ചിരിക്കണം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.